ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം അധ്യായങ്ങൾ 28 മുതൽ 31 വരെയും സങ്കീർത്തനങ്ങൾ 79 മുതൽ 83 വരെയും. പുറപ്പാട് അധ്യായം 28 പുരോഹിത വസ്ത്രങ്ങൾ സംബന്ധിച്ച്. എനിക്ക് പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് നിന്റെ സഹോദരനായ അഹറോനെയും അവനോടൊപ്പം അവന്റെ പുത്രന്മാരെയും, അതായത് അഹ്റോന്റെ പുത്രന്മാർ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ എന്നിവരെ ഇസ്രായേലിയരുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കിലേക്ക് നീ കൊണ്ടുവരിക. നിന്റെ സഹോദരൻ അഹ്റോന് മഹിമയ്ക്കും അലങ്കാരത്തിനുമായി നീ വിശുദ്ധിയുടെ വസ്ത്രങ്ങൾ ഉണ്ടാക്കണം. അഹ്റോൻ വിശുദ്ധിയുള്ളവനായി എനിക്ക് പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് അവന്റെ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ജ്ഞാനാരൂപി നിറച്ചിട്ടുള്ള എല്ലാ ജ്ഞാനമതികളോട് നീ നിർദ്ദേശിക്കണം. അവർ ഉണ്ടാക്കേണ്ട വസ്ത്രങ്ങൾ ഉരസ്ത്രാണം, പ്രധാന അങ്കി, കുറിയങ്കി, നിലയങ്കി, ശിരോവസ്ത്രം, അരക്കെട്ട് എന്നിവയാണ്. എനിക്ക് പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് നിന്റെ സഹോദരൻ അഹ്റോനും അവന്റെ പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ ഉണ്ടാക്കട്ടെ. അവർ സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, ചണനൂൽ എന്നിവ എടുക്കട്ടെ. അവർ പ്രധാന അങ്കി ഉണ്ടാക്കട്ടെ. സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവ കൊണ്ടുള്ള ഒരു വിദഗ്ധ നിർമ്മിതി. കൂട്ടിയോജിപ്പിക്കേണ്ടതിന് അതിന്റെ രണ്ടറ്റങ്ങളിൽ അതിനു 2 തോൾവാർ കുടുക്കുകൾ ഉണ്ടായിരിക്കണം. അവന്റെ പ്രധാന അങ്കിയുടെ നിർമ്മിതി പോലെ തന്നെ അതിന്മേലുള്ള അരക്കെട്ട് സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുവപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവയിൽ നിന്നായിരിക്കണം. നീ 2 ഗോമേദ രത്നങ്ങൾ എടുത്ത് അവയിൽ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം. അവരുടെ ജനനക്രമം അനുസരിച്ച് പേരുകളിൽ 6 എണ്ണം ഒന്നാമത്തെ രത്നത്തിലും ശേഷിക്കുന്ന 6 പേരുകൾ രണ്ടാമത്തെ രത്നത്തിലും. രത്നശില്പിയുടെ മുദ്രണക്രിയ ആ 2 രത്നങ്ങളെ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് ലിഖിതാലങ്കാരം ചെയ്യട്ടെ. സ്വർണ്ണ ചിത്രക്കൂട് ഘടിപ്പിച്ചാണ് നീ അവ തയ്യാറാക്കേണ്ടത്. ഇസ്രായേലിന്റെ പുത്രന്മാരുടെ സ്മാരക രത്നങ്ങളായി ആ 2 രത്നങ്ങൾ പ്രധാന അങ്കിയുടെ തോൾവാറുകളിൽ നീ പിടിപ്പിക്കണം. അവരുടെ പേരുകൾ കർത്താവിന്റെ മുമ്പിൽ ഒരു സ്മാരകമായി അഹ്റോൻ തന്റെ 2 തോളുകളിലും വഹിക്കണം. സ്വർണ്ണ ചിത്ര തകിടുകൾ നീ ഉണ്ടാക്കണം. ശുദ്ധ സ്വർണത്തിന്റെ പിണച്ച 2 മാലകൾ ചരടുപണിയായി ഉണ്ടാക്കണം. ആ ചരടുമാലകൾ സ്വർണ്ണ ചിത്ര തകിടുകളിന്മേൽ വയ്ക്കണം. ന്യായവിധിയുടെ ഒരു സ്ത്രാണം നീ ഉണ്ടാക്കണം. പ്രധാന അങ്കിയുടേതുപോലെ വിദഗ്ധ നിർമ്മിതിയായി നീ അത് ഉണ്ടാക്കണം. സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവ കൊണ്ടാണ് നീ അതുണ്ടാക്കേണ്ടത്. അത് 2 മടക്കുള്ള ഒരു സമചതുരമായിരിക്കണം. അതിന്റെ നീളം 1 ചാൺ, അതിന്റെ വീതി 1 ചാൺ. അതിൽ പൂരണ രത്നത്തിന്റെ 4 നിരകളായി രത്നം സജ്ജീകരിക്കണം. മാണിക്യം, പുഷ്യരാഗം, വൈഡൂര്യം എന്നിവയുടെ നിരയാണ് 1-ാം നിര. 2-ാം നിര മരതകം, ഇന്ദ്രനീലം, വജ്രം. 3-ാം നിര പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. 4-ാം നിര പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. അവയുടെ സജ്ജീകരണങ്ങളിലെ തകിടുകൾ സ്വർണമായിരിക്കണം. ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് രത്നങ്ങൾ ഉണ്ടായിരിക്കണം. അവരുടെ പേരുകൾ അനുസരിച്ച് 12 ഗോത്രത്തിനായി ഓരോന്നിനും അതിന്റെ പേരനുസരിച്ച് മുദ്രണങ്ങൾ ഉണ്ടായിരിക്കണം. ഉരസ്ത്രാണത്തിനു വേണ്ടി ചരടുപണിയായി പിണച്ച മാലകൾ ഉണ്ടാക്കണം. അത് ശുദ്ധ സ്വർണമായിരിക്കണം. ഉരസ്ത്രാണത്തിനു വേണ്ടി 2 സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കണം. ആ 2 വളയങ്ങൾ ഉരസ്ത്രാണത്തിന്റെ 2 മൂലകളിൽ ഘടിപ്പിക്കണം. ഉരസ്ത്രാണത്തിന്റെ മൂലകളിലുള്ള 2 വളയങ്ങളിന്മേൽ 2 സ്വർണ്ണമാലകൾ പിടിപ്പിക്കണം. 2 മാലകളുടെയും 2 അറ്റങ്ങൾ സ്വർണ്ണ ചിത്ര തകിടുകളിൽ നീ ഘടിപ്പിക്കണം. അവ പ്രധാന അങ്കിയുടെ തോൾവാറുകളിന്മേൽ മുൻഭാഗത്തായി ബന്ധിക്കണം. നീ 2 സ്വർണ്ണ വളയങ്ങൾ ഉണ്ടാക്കി ഉരസ്ത്രാണത്തിന്റെ ഉൾഭാഗത്ത് പ്രധാന അങ്കിയുടെ എതിരെയുള്ള 2 കീഴ്മൂലകളിൽ അവ ഘടിപ്പിക്കണം. നീ 2 സ്വർണ്ണ വളയങ്ങൾ നിർമ്മിച്ച് പ്രധാന അങ്കിയുടെ തോൾവാറുകളുടെ താഴേക്ക് അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് കുടുക്കിനോട് ചേർത്ത് പ്രധാന അങ്കിയുടെ അരക്കെട്ടിനു മുകളിലായി അവ ഘടിപ്പിക്കണം. ഉരസ്ത്രാണം പ്രധാന അങ്കിയുടെ അരക്കെട്ടിനു മേലായിരിക്കുന്നതിനും പ്രധാന അങ്കിയിൽ നിന്ന് അത് സ്ഥാനം തെറ്റാതിരിക്കുന്നതിനും ഉരസ്ത്രാണം അതിന്റെ വളയങ്ങളിൽ നിന്ന് പ്രധാന അങ്കിയുടെ വളയങ്ങളിലേക്ക് ഒരു നീല ചരടുകൊണ്ട് അവർ ബന്ധിക്കട്ടെ. അഹ്റോൻ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിരന്തര സ്മരണയാകേണ്ടതിന് ന്യായവിധിയുടെ ഒരു സ്ത്രാണത്തിൽ തന്റെ വക്ഷസ്സിൽ അവൻ വഹിക്കണം.
ന്യായവിധിയുടെ ഒരു സ്ത്രാണത്തിലേക്ക് നീ ഉറിയും തുമ്മിയും തിരുകണം. കർത്താവിന്റെ മുമ്പിൽ പ്രവേശിക്കുമ്പോൾ അഹരോന്റെ വക്ഷസ്സിൽ അവ ഉണ്ടായിരിക്കണം. അഹരോൻ തന്റെ മാറിൽ ഇസ്രായേലിയരെ സംബന്ധിച്ച ന്യായവിധി കർത്താവിന്റെ മുമ്പിൽ നിരന്തരം വഹിക്കട്ടെ. പ്രധാന അങ്കിയുടെ കുറിയങ്കി കടുന്നീലയായി നീ ഉണ്ടാക്കണം. അതിന്റെ മധ്യത്തിലായി ശിരസിനുള്ള ദ്വാരമുണ്ടായിരിക്കണം. അത് കീറാതിരിക്കാൻ ദ്വാരത്തിനു ചുറ്റും നാടിയുണ്ടായിരിക്കണം. അതിന് കുപ്പായ കഴുത്തുപോലെ നെയ്ത്തുപണിയുണ്ടായിരിക്കണം. അതിന്റെ വിളുമ്പുകളിൽ സ്വർണ്ണ നീല ധൂമ്ര കടും ചുമപ്പ് നൂലുകൾ കൊണ്ട് മാതള നാരങ്ങകൾ ഉണ്ടാക്കണം. അതിനു ചുറ്റും വിളുമ്പുകളിൽ തന്നെയായിരിക്കണം. അവയ്ക്കിടയിൽ ചുറ്റും സ്വർണ്ണമണികൾ വേണം. നിലയങ്കിയുടെ വിളുമ്പുകളിൽ ചുറ്റും ഒരു സ്വർണ്ണമണി, ഒരു മാതള നാരങ്ങ എന്നീ ക്രമത്തിൽ. ശുശ്രൂഷിക്കുന്നതിന് അത് അഹരോന്റെ മേലുണ്ടായിരിക്കണം. വിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ സന്നിധിയിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവന്റെ സ്വരം കേൾക്കപ്പെടണം. അങ്ങനെ അവൻ മരിക്കാതിരിക്കട്ടെ. ശുദ്ധ സ്വർണത്തിന്റെ ഒരു പുഷ്പ കിരീടമുണ്ടാക്കി കർത്താവിന് പരിശുദ്ധൻ എന്ന ലിപികൾ നീ അതിന്മേൽ കൊത്തിവെക്കണം. അത് ശിരോവസ്ത്രത്തിന്മേലായിരിക്കത്തക്കവിധം നീ ഒരു നീല ചരടിന്മേൽ ബന്ധിക്കണം. ശിരോവസ്ത്രത്തിന്റെ മുൻവശത്തേക്കായിരിക്കണം അത് അഹ്റോന്റെ നെറ്റിയിൽ ഉണ്ടായിരിക്കണം. ഇസ്രായേലിയർ വേർതിരിച്ച വിശുദ്ധ വസ്തുക്കളുടെ, അതായത് അവരുടെ എല്ലാ വിശുദ്ധ വസ്തു സമർപ്പണങ്ങളുടെയും കുറവുകൾ അഹ്റോൻ ഏറ്റെടുക്കട്ടെ. അവ കർത്താവിന്റെ മുമ്പിൽ സ്വീകാര്യമാകേണ്ടതിന് അത് അഹ്റോന്റെ നെറ്റിയിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. വരെയുള്ള ഒരു നിലയങ്കി നീ ചണം കൊണ്ട് നെയ്തെടുക്കണം. ചണത്തിന്റെ ഒരു ശിരോവസ്ത്രം ഉണ്ടാക്കണം. ചിത്രത്തുന്നൽ പണിയുള്ള ഒരു അരക്കെട്ടുമുണ്ടാക്കണം. അഹ്റോന്റെ പുത്രന്മാർക്ക് വേണ്ടി നീ നിലയങ്കികൾ ഉണ്ടാക്കണം. അവർക്ക് വേണ്ടി അരപ്പട്ടകൾ ഉണ്ടാക്കണം. അവർക്ക് മഹിമയ്ക്കും അലങ്കാരത്തിനുമായി തലപ്പാവുകളും നിർമ്മിക്കണം. നിന്റെ സഹോദരനായ അഹ്റോനെയും അവനോടൊപ്പം അവന്റെ പുത്രന്മാരെയും നീ ഇവ അണിയിക്കണം. നീ അവരെ അഭിഷേകം ചെയ്യണം, പ്രതിഷ്ഠിക്കണം, വിശുദ്ധീകരിക്കണം. അങ്ങനെ അവർ എനിക്ക് പുരോഹിതരായിരിക്കട്ടെ. അവരുടെ നഗ്ന ശരീരം മറയ്ക്കാൻ ചണത്തിന്റെ കാൽശരായികൾ ഉണ്ടാക്കുക. അവ അര മുതൽ തുടവരെ എത്തുന്നതായിരിക്കണം. അഹ്റോനും അവന്റെ പുത്രന്മാരും സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ ബലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ അവർ കുറ്റക്കാരാകാതിരിക്കാനും മരിക്കാതിരിക്കാനും അവരുടെ മേൽ അതുണ്ടായിരിക്കണം. ഇത് അവനും അവന് ശേഷം അവന്റെ സന്തതിക്കും ഒരു ശാശ്വത ചട്ടമാണ്. പുറപ്പാട് അധ്യായം 29. അഭിഷേകക്രമം സംബന്ധിച്ച്. എനിക്ക് പുരോഹിത വൃത്തി ചെയ്യേണ്ടതിന് അവരെ വിശുദ്ധീകരിക്കാൻ അവരോട് നീ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഒരു മൂരിക്കിടാവിനെയും തികവുറ്റ 2 മുട്ടാടിനെയും എടുക്കുക. പുളിപ്പില്ലാത്ത അപ്പം, എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത വട, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അട എന്നിവ ഗോതമ്പിന്റെ നേരിയ മാവ് കൊണ്ട് നീ ഉണ്ടാക്കണം. നീ അവ ഒരു കുട്ടയിൽ വെച്ച് കുട്ടസഹിതം അവ സമർപ്പിക്കണം. ഒപ്പം മൂരിയെയും 2 മുട്ടാടുകളെയും. അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ കവാടത്തിങ്കൽ കൊണ്ടുവന്ന് നീ അവരെ വെള്ളം കൊണ്ട് ക്ഷാളനം ചെയ്യണം. അങ്കി, പ്രധാന അങ്കിയുടെ നിലയങ്കി, പ്രധാന അങ്കി, ഉരസ്ത്രാണം എന്നീ വസ്തുക്കളെടുത്ത് അഹ്റോനെ നീ അണിയിക്കണം. പ്രധാന അങ്കിയുടെ അലങ്കൃത കെട്ടുകൊണ്ട് നീ അവനെ അരമുറുക്കണം. അവന്റെ ശിരസിന്മേൽ നീ ശിരോവസ്ത്രം വയ്ക്കണം. ശിരോവസ്ത്രത്തിന്മേൽ വിശുദ്ധ കിരീടം അണിയിക്കണം. അഭിഷേക തൈലം എടുത്ത് അവന്റെ ശിരസിൽ ഒഴിച്ച് നീ അവനെ അഭിഷേകം ചെയ്യണം. അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അവരെ അങ്കികൾ ധരിപ്പിക്കണം. അവർക്ക്, അഹ്റോനും അവന്റെ പുത്രന്മാർക്കും നീ അരപ്പട്ട കെട്ടണം. നീ അവർക്ക് തലപ്പാവ് ചുറ്റണം. ശാശ്വത ചട്ടം വഴി പൗരോഹിത്യം അവരുടേതായിരിക്കും. നീ അഹ്റോനെയും അവന്റെ പുത്രന്മാരെയും പ്രതിഷ്ഠിക്കണം. മൂരിയെ സമാഗമ കൂടാരത്തിനു മുമ്പിൽ നീ കൊണ്ടുവരണം. അഹ്റോനും അവന്റെ പുത്രന്മാരും മൂരിയുടെ തലയിൽ അവരുടെ കൈകൾ ഊന്നണം. കർത്താവിന്റെ മുൻപിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് മൂരിയെ അറക്കണം. നിന്റെ വിരൽ കൊണ്ട് മൂരിയുടെ രക്തത്തിൽ നിന്നെടുത്ത് ബലിപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടണം. രക്തം മുഴുവൻ ബലിപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിക്കണം. കുടൽ പൊതിയുന്ന മേധസ് മുഴുവൻ, കരളിന്മേലുള്ള കൊഴുപ്പുപാളിയും വൃക്കകളും അവയുടെ മേലുള്ള മേധസ്സും എടുത്ത് നീ ബലിപീഠത്തിന്മേൽ ധൂമിക്കണം. എന്നാൽ മൂരിയുടെ മാംസവും അതിന്റെ തോലും ചാണകവും അഗ്നിയിൽ പാളയത്തിനു പുറത്ത് ദഹിപ്പിക്കണം. ഇത് പാപയാഗമാണ്. നീ ഒരു മുട്ടാടിനെ എടുക്കണം. അഹ്റോനും അവന്റെ പുത്രന്മാരും തങ്ങളുടെ കരങ്ങൾ മുട്ടാടിന്റെ തലയിൽ വയ്ക്കണം. നീ മുട്ടാടിനെ അറുത്ത് അതിന്റെ രക്തമെടുത്ത് ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം.
മുട്ടാടിനെ കഷ്ണങ്ങളായി മുറിച്ച് അതിൻ്റെ ആന്തരഭാഗങ്ങളും കാൽവണ്ണകളും കഴുകി കഷ്ണങ്ങളുടെ മേലും തലയുടെ മേലും വയ്ക്കണം. മുട്ടാടിനെ മുഴുവൻ നീ ബലിപീഠത്തിന്മേൽ ധൂപമാക്കണം. ഇത് കർത്താവിന് ഹോമയാഗമാണ്. കർത്താവിന് സുരഫല പരിമളമായ അഗ്നിയാഗമാണിത്. രണ്ടാമത്തെ മുട്ടാടിനെ നീ എടുക്കണം. അഹരോനും അവന്റെ പുത്രന്മാരും അവരുടെ കൈകൾ മുട്ടാടിന്റെ തലയിൽ വയ്ക്കണം. നീ മുട്ടാടിനെ ആർത്ത് അതിന്റെ രക്തത്തിൽ നിന്നെടുത്ത് അഹരോന്റെ കീഴ്കാതിലും അവന്റെ പുത്രന്മാരുടെ വലതു കീഴ്കാതിലും അവരുടെ വലതു കൈയുടെ തള്ളവിരലിലും വലതു കാലിന്റെ പെരുവിരലിലും പുരട്ടണം. രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. ബലിപീഠത്തിന്മേലുള്ള രക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും എടുത്ത് അഹരോന്റെ മേലും അവന്റെ വസ്ത്രങ്ങളിന്മേലും അവനോടൊപ്പം അവന്റെ പുത്രന്മാരുടെ മേലും അവന്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളിന്മേലും തളിക്കണം. അവനും അവന്റെ വസ്ത്രങ്ങളും അവനോടൊപ്പം അവന്റെ പുത്രന്മാരും അവന്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളും അങ്ങനെ വിശുദ്ധമാകും. മുട്ടാടിൽ നിന്ന് മേധസ്സും കൊഴുത്ത വാലും കുടൽ പൊതിയുന്ന മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പുപാളിയും ഇരുവൃക്കകളും അവയുടെ മേലുള്ള മേധസ്സും മുട്ടാടിന്റെ വലതു കുറകും നീ എടുക്കണം. കാരണം പ്രതിഷ്ഠാപനയാഗത്തിന്റെ മുട്ടാടാണത്. കർത്താവിന്റെ സന്നിധിയിലുള്ള പുളിപ്പില്ലാത്ത അപ്പങ്ങളുടെ കുട്ടയിൽ നിന്ന് ഒരപ്പം, ഒരു എണ്ണവട, ഒരു അട എന്നിവയെല്ലാം അഹരോന്റെ കൈക്കുമ്പിളിലും അവന്റെ പുത്രന്മാരുടെ കൈക്കുമ്പിളിലും നീ വയ്ക്കണം. അവയെ കർത്താവിന്റെ സന്നിധിയിൽ നീരാജനം ഒഴിയണം. അവരുടെ കയ്യിൽ നിന്ന് നീ അവയെടുത്ത് ഹോമയാഗത്തിന്മേൽ ബലിപീഠത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രസാദകരമായ ധൂപമാക്കി സുഗന്ധാർപ്പണം ചെയ്യണം. ഇത് കർത്താവിന് അഗ്നിയാഗമാണ്. അഹരോനു വേണ്ടിയുള്ള പ്രതിഷ്ഠാപനയാഗത്തിന്റെ മുട്ടാടിൽ നിന്ന് നെഞ്ചെടുത്ത് അത് കർത്താവിന്റെ സന്നിധിയിൽ നീ നീരാജനം ഒഴിയണം. ഇതായിരിക്കും നിനക്കുള്ള വിഹിതം. പ്രതിഷ്ഠാപനയാഗത്തിനുള്ള മുട്ടാടിൽ നിന്ന് അഹരോനു വേണ്ടിയുള്ളതിൽ നിന്നും അവന്റെ പുത്രന്മാർക്ക് വേണ്ടിയുള്ളതിൽ നിന്നും നീരാജനം ചെയ്യപ്പെട്ടതും സമർപ്പിക്കപ്പെട്ടതുമായ നീരാജന നെഞ്ചും കാണിക്ക കുറുകും നീ മാറ്റിവെക്കണം. ഇസ്രായേല്യർക്കിടയിൽ അഹരോനും അവന്റെ പുത്രന്മാർക്കും വേണ്ടിയുള്ള ശാശ്വത ചട്ടമാണിത്. കാരണം ഇത് ഒരു കാണിക്കയാണ്. ഇസ്രായേല്യരിൽ നിന്ന് കർത്താവിനുള്ള അവരുടെ സമാധാന ബലികളിൽ നിന്നുള്ള കാണിക്കയായിരിക്കട്ടെ ഈ സമർപ്പണം. അഹരോനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ അവന് ശേഷം അവന്റെ പുത്രന്മാർക്കുള്ളതായിരിക്കും. അവരുടെ അഭിഷേകത്തിനും പ്രതിഷ്ഠാപനത്തിനും വേണ്ടിയുള്ളതാണവ. അവന്റെ പുത്രന്മാരിൽ നിന്ന് അവന്റെ സ്ഥാനത്ത് വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ സമാഗമ കൂടാരത്തിലേക്ക് പോകുന്ന പുരോഹിതൻ 7 ദിവസം അവ ധരിക്കണം. പ്രതിഷ്ഠാപനയാഗത്തിന്റെ മുട്ടാടിനെ എടുത്ത് അതിന്റെ മാംസം വിശുദ്ധമായ ഒരു സ്ഥലത്ത് നീ പാകം ചെയ്യണം. ആ മുട്ടാടിന്റെ മാംസവും കുട്ടയിലെ അപ്പവും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അഹരോനും പുത്രന്മാരും ഭക്ഷിക്കണം. തങ്ങളെ പ്രതിഷ്ഠിക്കാനും വിശുദ്ധീകരിക്കാനുമായി തങ്ങൾക്ക് വേണ്ടി പരിഹാരാർപ്പണം ചെയ്യപ്പെട്ടവ അവർ തന്നെ ഭക്ഷിക്കണം. എന്നാൽ അവ വിശുദ്ധ വസ്തുവാകിയാൽ അന്യർ ഭക്ഷിക്കരുത്. പ്രതിഷ്ഠാപനയാഗത്തിന്റെ മാംസത്തിൽ നിന്നും അപ്പത്തിൽ നിന്നും പ്രഭാതം വരെ ശേഷിച്ചാൽ ആ ശിഷ്ടഭാഗം നീ അഗ്നിയിൽ ദഹിപ്പിക്കണം. അത് ഭക്ഷിക്കാൻ പാടില്ല, കാരണം അത് വിശുദ്ധ വസ്തുവാണ്. ഞാൻ നിന്നോട് കൽപ്പിച്ചതനുസരിച്ച് എല്ലാം അതേപോലെ അഹരോനോടും അവന്റെ പുത്രന്മാരോടും നീ ചെയ്യണം. 7 ദിവസത്തേക്ക് നീ അവരെ പ്രതിഷ്ഠിക്കണം. ഓരോ ദിവസവും പാപയാഗത്തിനുള്ള ഒരു മൂരിയെ പരിഹാരമായി നീ അർപ്പിക്കണം. ബലിപീഠത്തിന്മേലുള്ള നിന്റെ പരിഹാരാർപ്പണം കൊണ്ട് നീ അതിന് പാപശുദ്ധി വരുത്തണം. പവിത്രീകരിക്കാനായി അതിനെ അഭിഷേകം ചെയ്യുകയും വേണം. 7 ദിവസം ബലിപീഠത്തിന്മേൽ അതിനെ ശുദ്ധീകരിക്കാനായി നീ പരിഹാര കർമ്മം ചെയ്യണം. അങ്ങനെ ബലിപീഠം അതിവിശുദ്ധമാകും. ബലിപീഠത്തിൽ സ്പർശിക്കുന്നതെല്ലാം പവിത്രമാകും. അനുദിന ബലികൾ സംബന്ധിച്ച് ബലിപീഠത്തിന്മേൽ നീ സമർപ്പിക്കേണ്ടത് ഇതാണ്: ദിവസവും മുടങ്ങാതെ 1 വയസ്സുള്ള 2 ആട്ടിൻകുട്ടികൾ. 1-ാമത്തെ ആട്ടിൻകുട്ടിയെ പ്രഭാതത്തിൽ നീ അർപ്പിക്കണം. 2-ാമത്തെ ആട്ടിൻകുട്ടിയെ സായം സന്ധ്യയിൽ അർപ്പിക്കണം. 1-ാമത്തെ ആട്ടിൻകുട്ടിയോടൊപ്പം 4/1 ഹിൻ ആട്ടിയ എണ്ണ ചേർത്ത 1 ഇസ്രോൻ നേരിയ മാവും 4/1 ഹിൻ വീഞ്ഞു നിവേദ്യവും വേണം. 2-ാമത്തെ ആട്ടിൻകുട്ടിയെ നീ സായം സന്ധ്യയിൽ അർപ്പിക്കണം. നീ അതിനോട് പ്രഭാത സമർപ്പണം പോലെയും അതിലെ പാനീയ നിവേദ്യം പോലെയും ചെയ്യണം. അത് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണവും കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ നിങ്ങളുടെ തലമുറകൾക്കുള്ള അനുദിന ഹോമയാഗവുമാണ്. അവിടെ വെച്ചായിരിക്കും ഞാൻ നിങ്ങളുമായി സമാഗമിക്കുകയും നിന്നോട് സംസാരിക്കുകയും ചെയ്യുന്നത്.
അവിടെ ഞാൻ ഇസ്രായേല്യരുമായി സമാഗമിക്കും. എൻ്റെ മഹത്വത്താൽ അത് വിശുദ്ധീകരിക്കപ്പെടും. സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശുദ്ധമാക്കും. എനിക്ക് പുരോഹിത വൃത്തി ചെയ്യാൻ അഹരോനെയും പുത്രന്മാരെയും ഞാൻ പവിത്രീകരിക്കും. ഇസ്രായേല്യരുടെ മധ്യേ ഞാൻ വസിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവരുടെ മധ്യേ വസിക്കാൻ ഈജിപ്റ്റ് ദേശത്ത് നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണ് എന്ന് അവർ അറിയും. ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ്. പുറപ്പാട് അധ്യായം 30. ധൂപന ബലിപീഠം സംബന്ധിച്ച്. ധൂപാർപ്പണ സമയത്ത് നീ ഒരു ബലിപീഠം ഉണ്ടാക്കണം. കരുവേല തടി കൊണ്ട് നീ അത് നിർമ്മിക്കണം. അതിന്റെ നീളം 1 മുഴം, വീതി 1 മുഴം. അത് സമചതുരമായിരിക്കണം. അതിന്റെ ഉയരം 2 മുഴം. അതിന്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെയായിരിക്കണം. നീ അത് അതിന്റെ മുകൾ ഭാഗവും ചുറ്റുവശങ്ങളും കൊമ്പുകളും ശുദ്ധ സ്വർണം പൊതിയണം. അതിനു ചുറ്റും സ്വർണ്ണ അരികുപട്ട പിടിപ്പിക്കണം. അതിന് 2 സ്വർണ്ണവളയങ്ങൾ അരികുപട്ടയ്ക്ക് താഴെയായി നീ ഉണ്ടാക്കണം. അതിന്റെ ഇരുവശങ്ങളിലും 2 ചരിവുകളിലായാണ് നീ അവയുണ്ടാക്കേണ്ടത്. തണ്ടുകൾ കൊണ്ട് അത് വഹിക്കേണ്ടതിന് അവയ്ക്ക് അവ കുഴകളായിരിക്കും. കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവ സ്വർണം പൊതിയണം. സാക്ഷ്യപേടകത്തിനെതിരെയുള്ള തിരശ്ശീലയ്ക്ക് മുമ്പിൽ ഞാൻ നീയുമായി സമാഗമിക്കുന്ന സാക്ഷ്യഫലകത്തിന്മേലുള്ള കൃപാസനത്തിനു മുമ്പിൽ നീ അത് വയ്ക്കുക. അഹരോൻ അതിന്മേൽ സുഗന്ധധൂപം അർപ്പിക്കണം. പ്രഭാതം തോറും ചെരാതുകൾ വെടിപ്പാക്കുമ്പോൾ അവൻ അത് അർപ്പിക്കട്ടെ. സായം സന്ധ്യയിൽ അഹരോൻ ചെരാതുകൾ കയറ്റി വയ്ക്കുമ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങളുടെ തലമുറകൾക്ക് ശാശ്വത ധൂപാർച്ചനയായി അത് അർപ്പിക്കട്ടെ. അതിന്മേൽ നിങ്ങൾ ക്രമരഹിത ധൂപാർപ്പണമോ ഹോമയാഗമോ ധാന്യ അർപ്പണമോ നടത്തരുത്. നീ അതിന്മേൽ പാനീയ നിവേദ്യം ഒഴിക്കരുത്. ആണ്ടിലൊരിക്കൽ അഹരോൻ അതിന്റെ കൊമ്പുകളിന്മേൽ പരിഹാരകർമ്മം അനുഷ്ഠിക്കണം. പാപപരിഹാര യാഗത്തിന്റെ രക്തത്തിൽ നിന്ന് പരിഹാരം ചെയ്യണം. നിങ്ങളുടെ തലമുറ തോറും ആണ്ടിലൊരിക്കൽ അവൻ അതിന്മേൽ പരിഹാരം ചെയ്യണം. അത് കർത്താവിന് അതിവിശുദ്ധമാണ്. കർത്താവ് മോശയോട് ഇപ്രകാരം സംസാരിച്ചു: ഇസ്രായേല്യരുടെ കണക്കെടുപ്പിനായി നീ അവരുടെ തലയെണ്ണുമ്പോൾ അവരെ എണ്ണിയതുകൊണ്ട് ഓരോ വ്യക്തിയും കർത്താവിന് സ്വന്തം ജീവന് പരിഹാരദ്രവ്യം കൊടുക്കണം. അവരെ എണ്ണിയതു മൂലം അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനാണിത്. കണക്കെടുപ്പ് കഴിഞ്ഞ എല്ലാവരും നൽകേണ്ടത് ഇതാണ്: വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം 1/2 ഷെക്കൽ. 1 ഷെക്കൽ 20 ഗേരായാണ്. 1/2 ഷെക്കൽ കർത്താവിനുള്ള കാണിക്കയാണ്. കണക്കെടുപ്പ് കഴിഞ്ഞ 20ഉം അതിന്മേലും വയസ്സുള്ള ഓരോരുത്തരും കർത്താവിനുള്ള കാണിക്ക നൽകണം. നിങ്ങളുടെ ജീവന് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് കർത്താവിനുള്ള കാണിക്ക ധനികൻ നൽകുമ്പോൾ 1/2 ഷെക്കലിനേക്കാൾ കൂടാൻ പാടില്ല. ദരിദ്രനാകട്ടെ കുറയ്ക്കാനും പാടില്ല. ഇസ്രായേലിൽ നിന്ന് നീ പരിഹാരത്തുക സ്വീകരിച്ച് അത് സമാഗമ കൂടാര ശുശ്രൂഷയ്ക്കായി നൽകണം. അത് നിങ്ങളുടെ ജീവനെ പ്രതി പരിഹാരം ചെയ്യുന്നതിന് കർത്താവിന്റെ മുമ്പിൽ ഇസ്രായേലിയരെ കുറിച്ചുള്ള സ്മരണയ്ക്ക് വേണ്ടിയായിരിക്കും. ഷാളന പാത്രം സംബന്ധിച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം കൽപ്പിച്ചു: ഷാളനത്തിനായി പിച്ചള കൊണ്ട് ഒരു ഷാളന പാത്രം നീ ഉണ്ടാക്കണം. അതിന്റെ ചുവട് പിച്ചളയായിരിക്കണം. നീ അത് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ സ്ഥാപിക്കുകയും അതിലേക്ക് വെള്ളം ഒഴിക്കുകയും വേണം. അഹ്റോനും അവന്റെ പുത്രന്മാരും അതിൽ നിന്ന് തങ്ങളുടെ കൈകളും കാലുകളും കഴുകട്ടെ. അവർ സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജലക്ഷാളനം നടത്തട്ടെ. അങ്ങനെ അവർ മരിക്കാതിരിക്കട്ടെ. അഥവാ കർത്താവിനുള്ള അഗ്നിസമർപ്പണത്തിന് ബലിപീഠത്തെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കാൻ തങ്ങളുടെ കൈകളും കാലുകളും കഴുകണം. അവനും അവന്റെ സന്തതിക്കും അവരുടെ തലമുറകൾക്കും ഒരു ശാശ്വത ചട്ടമാണിത്. അഭിഷേക തൈലം സംബന്ധിച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം കൽപ്പിച്ചു: മികച്ച സുഗന്ധദ്രവ്യങ്ങൾ നിനക്കായി എടുക്കുക. കുഴമ്പ് മീറ 500, സുഗന്ധമുള്ള കറുവപ്പട്ട അതിന്റെ പകുതി, അതായത് 250, സുഗന്ധിത്തണ്ട് 250, അമരിപ്പട്ട 500. വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം ഇവയും 1 ഹിൻ ഒലിവെണ്ണയും. നീ അത് പരിമളം കലർത്തുകാരന്റെ തൈലക്കൂട്ടുൽപ്പന്നമായി വിശുദ്ധ അഭിഷേക തൈലമാക്കി തീർക്കണം. അത് വിശുദ്ധ അഭിഷേക തൈലമായിരിക്കട്ടെ. നീ അതുകൊണ്ട് അഭിഷേകം ചെയ്യേണ്ടത് സമാഗമ കൂടാരവും സാക്ഷ്യപേടകവും, മേശയും അതിന്റെ എല്ലാ ഉപകരണങ്ങളും, വിളക്കുകാലും അതിന്റെ ഉപകരണങ്ങളും, ധൂപന ബലിപീഠവും ദഹന ബലിപീഠവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും, ഷാളന പാത്രവും അതിന്റെ പീഠവുമാണ്. നീ അവയെ വിശുദ്ധീകരിക്കുമ്പോൾ അവ അതീവ വിശുദ്ധിയുള്ളവ ആയിത്തീരും. അവയെ സ്പർശിക്കുന്നതെന്തും വിശുദ്ധമാകും.
അഹരോനെയും അവന്റെ പുത്രന്മാരെയും നീ അഭിഷേകം ചെയ്യണം. എനിക്ക് വേണ്ടി പുരോഹിത വൃത്തി ചെയ്യാൻ അവരെ വേർതിരിക്കണം. നീ ഇസ്രായേല്യരോട് ഇപ്രകാരം പ്രസ്താവിക്കണം: നിങ്ങളുടെ എല്ലാ തലമുറകളിലും എനിക്ക് ഇത് വിശുദ്ധ അഭിഷേക തൈലമായിരിക്കും. അത് മനുഷ്യന്റെ ദേഹത്ത് തേക്കരുത്. തദനുപാതത്തിൽ മറ്റൊന്ന് നിങ്ങൾ അതുപോലെ ഉണ്ടാക്കരുത്. അത് വിശുദ്ധ വസ്തുവാണ്. നിങ്ങൾക്കത് വിശുദ്ധ വസ്തുവായിരിക്കും. അതുപോലെ ചേരുവയുണ്ടാക്കുകയോ അതിൽ നിന്ന് അന്യന്റെ മേൽ പുരട്ടുകയോ ചെയ്യുന്നയാൾ തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ധൂപനദ്രവ്യം സംബന്ധിച്ച് കർത്താവ് മോശയോട് അരുൾ ചെയ്തു: സുഗന്ധദ്രവ്യങ്ങളായ മീറത്തൈലം, നറുംപശ, ഗുൽഗുലു എന്നിവയും സുഗന്ധദ്രവ്യങ്ങളോടൊപ്പം ശുദ്ധമായ കുന്തിരിക്കവും എടുക്കുക. അത് സമാനുപാതത്തിലായിരിക്കണം. പരിമളം കലർത്തുകാരന്റെ ഒരു ധൂപക്കൂട്ടുൽപ്പന്നമായി ഉപ്പ് ചേർത്ത തനി വിശുദ്ധ വസ്തുവായി നീ അതുണ്ടാക്കണം. അതിൽ അല്പം നീ നേർമയായി പൊടിക്കണം. എന്നിട്ട് നീയുമായി ഞാൻ സംഗമിക്കുന്ന സമാഗമ കൂടാരത്തിലെ സാക്ഷ്യഫലകത്തിന്റെ മുമ്പിൽ അതിൽ അല്പം വെക്കണം. അത് നിങ്ങൾക്ക് അതീവ വിശുദ്ധിയുള്ളതായിരിക്കണം. നീ ഉണ്ടാക്കുന്ന ധൂപനദ്രവ്യം ഈ അനുപാതത്തിൽ നിങ്ങൾക്കായി ഉണ്ടാക്കരുത്. ഇത് നിനക്ക് കർത്താവിന്റെ വിശുദ്ധ വസ്തുവാണ്. അതിന്റെ വാസന ഉളവാക്കാനായി അത് സമാനമായി ഉണ്ടാക്കുന്നയാൾ തന്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. പുറപ്പാട് അധ്യായം 31. ശില്പികൾക്ക് ദൗത്യം. കർത്താവ് മോശയോട് ഇപ്രകാരം പറഞ്ഞു: നോക്കൂ, യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിന്റെ പുത്രനായ ഊറിയുടെ മകൻ ബെസാലേലിനെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ അവനെ ജ്ഞാനത്തിലും ബുദ്ധിയിലും അറിവിലും എല്ലാത്തരം ശില്പവൈദഗ്ധ്യത്തിലും ദൈവചൈതന്യ സമ്പൂർണനാക്കിയിരിക്കുന്നു. ഇത് അവൻ ചിത്രപ്പണികൾ ആസൂത്രണം ചെയ്തത് സ്വർണത്തിലും വെള്ളിയിലും പിച്ചളയിലും നിർവഹിക്കുന്നതിനും രത്നത്തിന്റെ ചെത്തുപണികളിലും തടിയുടെ കൊത്തുപണികളിലും പൂർണ്ണത വരുത്തുന്നതിനും എല്ലാ ചിത്രപ്പണി വൈദഗ്ധ്യത്തിലും വ്യാപരിക്കുന്നതിനും വേണ്ടിയാണ്. മാത്രമല്ല, ഞാനിതാ ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രൻ ഒഹോലിയാബിനെ അവനോടൊപ്പം നിയോഗിച്ചിരിക്കുന്നു. കൂടാതെ എല്ലാ ജ്ഞാനമതികളുടെയും ഹൃദയത്തിൽ ഞാൻ ജ്ഞാനം നിക്ഷേപിച്ചിരിക്കുന്നു. നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അവർ നിർവഹിച്ചുകൊള്ളും. സമാഗമ കൂടാരം, സാക്ഷ്യത്തിനു വേണ്ടിയുള്ള പേടകം, അതിന്മേലുള്ള കൃപാസനം, കൂടാരത്തിലെ എല്ലാ ഉപകരണങ്ങളും, മേശയും അതിന്റെ ഉപകരണങ്ങളും, ശുദ്ധിയുള്ള വിളക്കുകാലും അതിന്റെ എല്ലാ ഉപകരണങ്ങളും, ധൂപാർപ്പണ ബലിപീഠം, ദഹന ബലിപീഠവും അതിന്റെ എല്ലാ ഉപകരണങ്ങളും, ഷാളനപാത്രവും അതിന്റെ പീഠവും, അലങ്കാരപ്പണിയുള്ള വസ്ത്രങ്ങൾ, പുരോഹിതനായ അഹരോനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ, അവന്റെ പുത്രന്മാർക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാനുള്ള വസ്ത്രങ്ങൾ, അഭിഷേക തൈലം, വിശുദ്ധ സ്ഥലത്തെ പരിമള ധൂപം എന്നിവ ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രകാരമെല്ലാം അവർ തയ്യാറാക്കിക്കൊള്ളും. കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു: ഇസ്രായേല്യരോട് നീ ഇപ്രകാരം പ്രഖ്യാപിക്കുക: നിങ്ങൾ എന്റെ സാബത്തുകൾ സസൂക്ഷ്മം ആചരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇത് എനിക്കും നിങ്ങൾക്കുമിടയിൽ നിങ്ങളുടെ തലമുറകൾക്കുള്ള ഒരടയാളമായിരിക്കും. നിങ്ങൾ സാബത്ത് ആചരിക്കണം, കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമാണ്. അത് ദുഷിപ്പിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം. അന്ന് ആരെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി തന്റെ ജനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 6 ദിവസം ജോലി നിർവഹിക്കപ്പെടട്ടെ. എന്നാൽ 7-ാം ദിവസം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശ്രമത്തിന്റെ സാബത്താണ്. സാബത്ത് ദിവസം ജോലി ചെയ്യുന്നത് ആരായാലും തീർച്ചയായും വധിക്കപ്പെടണം. ഇസ്രായേലിയർ സാബത്ത് ആചരിക്കണം. സാബത്ത് നിർവഹിക്കേണ്ടത് അവരുടെ തലമുറകൾക്ക് ഒരു ശാശ്വത ഉടമ്പടിയാണ്. ഇത് എനിക്കും ഇസ്രായേല്യർക്കുമിടയിൽ ശാശ്വതമായ ഒരടയാളമാണ്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തു. ഉടമ്പടി പത്രിക നൽകുന്നു. സീനായ് മലയിൽ വെച്ച് മോശയോട് സംസാരം അവസാനിപ്പിക്കവേ അവിടുന്ന് സാക്ഷ്യത്തിന്റെ 2 ഫലകങ്ങൾ, ദൈവത്തിന്റെ വിരലാൽ ലിഖിതമായ കൽപ്പലകകൾ അവന് നൽകി. സങ്കീർത്തനങ്ങൾ 79 മുതൽ 83 വരെ. സങ്കീർത്തനം 79. ഇസ്രായേലിന്റെ വിമോചനം. ദൈവമേ, വിജാതിയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു. അവർ അങ്ങയുടെ വിശുദ്ധാലയം അശുദ്ധമാക്കിയിരിക്കുന്നു. ജെറുസലേമിനെ നാശകൂമ്പാരമാക്കിയിരിക്കുന്നു. അവർ അങ്ങയുടെ ദാസരുടെ മൃതശരീരം ആകാശപ്പറവയ്ക്ക്, അങ്ങയുടെ ഭക്തരുടെ മാംസം നാട്ടുജന്തുവിന് ആഹാരമായി നൽകി. അവരുടെ രക്തം ജലം പോലെ ജെറുസലേമിന് ചുറ്റും ചുരിഞ്ഞു. അവരെ സംസ്കരിക്കാൻ ആരുമില്ലായിരുന്നു. ഞങ്ങളുടെ അയൽക്കാർക്ക് ഞങ്ങൾ പരിഹാസപാത്രമായി, ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് പുച്ഛവും അവഹേളനവും. കർത്താവേ, എത്ര കാലത്തേക്ക്? അങ്ങ് എന്നേക്കും കോപിക്കുമോ?
അങ്ങയുടെ തീക്ഷ്ണത അഗ്നി പോലെ ജ്വലിക്കുമോ? അങ്ങയെ അറിയാത്ത ജനതകളിലേക്കും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും അങ്ങയുടെ ക്രോധം ചൊരിയണമേ. എന്തെന്നാൽ അവർ യാക്കോബിനെ വാരി വിഴുങ്ങുകയും അവന്റെ വസതി ശൂന്യമാക്കുകയും ചെയ്തു. പൂർവികരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ അങ്ങ് ഓർക്കരുതേ. അങ്ങയുടെ ആർദ്രത ഞങ്ങളെ അതിവേഗം സമീപിക്കട്ടെ. എന്തെന്നാൽ ഞങ്ങൾ തീർത്തും നിസ്സാരരായിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, തിരുനാമത്തിന്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ മോചിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കണമേ. അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ എന്തിനു ചോദിക്കണം? അങ്ങേ ദാസരുടെ ചൊരിയപ്പെട്ട രക്തത്തിനുള്ള പ്രതികാരം ജനതകളുടെ ഇടയിൽ ഞങ്ങളുടെ കണ്ണുകൾ സുവിദിതമാകട്ടെ. ബന്ധിതന്റെ ഞരക്കം തിരുസന്നിധിയിലെത്തട്ടെ. മൃത്യുവിധിയിലായവരെ തൃക്കര ശക്തിക്കൊത്ത് അവശേഷിപ്പിക്കണമേ. നാഥ, ഞങ്ങളുടെ അയൽക്കാർ അങ്ങേക്ക് വരുത്തിവെച്ച പരിഹാസം അവർക്ക് അവരുടെ വക്ഷസ്സിലേക്ക് 7 ഇരട്ടിയായി തിരിച്ചെത്തിക്കണമേ. അപ്പോൾ അങ്ങയുടെ ജനമായ ഞങ്ങൾ അങ്ങ് പോറ്റുന്ന ആട്ടിൻപറ്റം എന്നേക്കും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. തലമുറ തലമുറയോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതി വർണ്ണിക്കും. സങ്കീർത്തനം 80. ഇസ്രായേലിന്റെ പുനരുദ്ധാരണം. ഇസ്രായേലിന്റെ ഇടയനെ ചെവിക്കൊള്ളണമേ. ആട്ടിൻപറ്റത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ, കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രായിമിന്റെയും ബെഞ്ചമിന്റെയും മനാസയുടെയും മുമ്പിൽ അങ്ങ് അങ്ങയുടെ കരുത്ത് പ്രകടമാക്കണമേ. ഞങ്ങൾക്ക് രക്ഷയായി വരണമേ. ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ രക്ഷിതരാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്കെതിരെ അങ്ങ് എത്ര നാൾ കോപിച്ചിരിക്കും? അങ്ങ് അവരെ കണ്ണുനീരിന്റെ അപ്പം തീറ്റിച്ചു. അവരെ പലമടങ്ങ് കണ്ണീർ കുടിപ്പിച്ചു. അങ്ങ് ഞങ്ങളെ ഞങ്ങളുടെ അയൽക്കാർക്ക് സ്പർദ്ധാ വിഷയമാക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കളാകട്ടെ പുച്ഛിക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ രക്ഷിതരാകട്ടെ. ഈജിപ്തിൽ നിന്ന് ഒരു മുന്തിരിവള്ളി അങ്ങ് പിഴുതുകൊണ്ടുവന്നു. ജനതകളെ ഒഴിപ്പിച്ച് അത് നട്ടുപിടിപ്പിച്ചു. അങ്ങ് അതിനു മുമ്പിൽ തടമൊരുക്കി അത് വേരൂന്നുകയും നാട് നിറയുകയും ചെയ്തു. അതിന്റെ തണൽ മലകളെയും അതിന്റെ ശാഖകൾ കൂറ്റൻ ദേവദാരുക്കളെയും മൂടി. അത് തന്റെ കമ്പുകൾ സമുദ്രം വരെയും ചില്ലകൾ നദിയിലേക്കും വിരിച്ചു. അങ്ങ് തന്നെ അതിന്റെ വേലികൾ പൊളിച്ചതെന്തുകൊണ്ട്? വഴിപോക്കരെല്ലാം അത് തല്ലിക്കൊഴിക്കുന്നു. കാട്ടുപന്നി അത് കുത്തിമറിക്കുന്നു. വയൽ മൃഗങ്ങൾ അത് തിന്നൊടുക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, മടങ്ങി വന്നാലും സ്വർഗത്തിൽ നിന്ന് നോക്കി കാണണമേ. ഈ മുന്തിരിച്ചെടിയെ സന്ദർശിക്കണമേ. അങ്ങയുടെ വലതു കൈ നട്ട തണ്ട് അങ്ങേക്കായി അങ്ങ് ഉറപ്പിച്ച പുത്രസ്ഥാനത്താണല്ലോ. അത് അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടുന്നു, വെട്ടിമാറ്റപ്പെടുന്നു. തിരുമുഖ ശാസനം മൂലം അവർ നശിച്ചു പോകട്ടെ. എന്നാൽ അങ്ങയുടെ വലതുവശത്തുള്ള വ്യക്തിയുടെ മേൽ അങ്ങേക്കായി അങ്ങ് ദൃഢപ്പെടുത്തിയ മനുഷ്യപുത്രന്റെ മേൽ അങ്ങയുടെ കൈ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അങ്ങയിൽ നിന്ന് പിന്തിരിയുകയില്ല. അങ്ങ് ഞങ്ങളെ ജീവിപ്പിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ രക്ഷിതരാകട്ടെ. സങ്കീർത്തനം 81. ഉത്സവഗാനം. നമ്മുടെ ശക്തിയായ ദൈവത്തിന് ആനന്ദാരവം മുതിർക്കുവേൻ. യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവേൻ. തപ്പും കിന്നരവും വീണയോടൊപ്പം ഇമ്പമായി മീട്ടി സംഗീതം മുതിർക്കുവേൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിനത്തിലുള്ള പൗർണമിയിലും കാഹളം ഊതുവേൻ. എന്തെന്നാൽ അത് ഇസ്രായേലിന് ഒരു ചട്ടമാണ്, യാക്കോബിന്റെ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ആചാരവും. അവിടുന്ന് ഈജിപ്റ്റ് രാജ്യത്തിനെതിരെ പുറപ്പെട്ടപ്പോൾ ജെഹോസഫിൽ ഒരു സാക്ഷ്യമായി അത് വ്യവസ്ഥ ചെയ്തു. എനിക്ക് അജ്ഞാതമായ ഒരു ഭാഷ ഞാൻ കേൾക്കുന്നു. ഭാരത്തിൽ നിന്ന് അവന്റെ തോൾ ഞാൻ വിടുവിച്ചു. അവന്റെ കരതലങ്ങൾ കുട്ടയിൽ നിന്ന് വേർപെട്ടു. കഷ്ടതയിൽ നീ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഞാൻ നിന്നെ മോചിപ്പിച്ചു. ഇടിമുഴക്കത്തിന്റെ മറയിൽ നിനക്ക് ഞാൻ ഉത്തരമരുളി. മെരീബ ജലാശയത്തിങ്കൽ നിന്നെ ഞാൻ പരീക്ഷിച്ചു. എന്റെ ജനമേ, കേൾക്കുക. ഞാൻ നിനക്ക് താക്കീത് നൽകുമ്പോൾ ഇസ്രായേലേ, നീ എന്നെ ശ്രവിക്കുമോ? അന്യദൈവം നിനക്ക് മധ്യേ ഉണ്ടാകരുത്. വേറെ ദൈവത്തെ നീ ആരാധിക്കാൻ പാടില്ല. ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഈജിപ്റ്റ് ദേശത്ത് നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നവൻ. നിന്റെ വായ് വിസ്തൃതമാക്കിക്കൊള്ളുക, ഞാൻ അത് നിറയ്ക്കാം. എന്നാൽ എന്റെ ജനം എന്നെ സ്വരം ശ്രവിച്ചില്ല. ഇസ്രായേൽ എനിക്ക് വഴങ്ങിയില്ല. അതിനാൽ ഞാൻ അവരെ തങ്ങളുടെ ഹൃദയകാഠിന്യത്തിൽ വിട്ടുകൊടുത്തു. അവർ സ്വന്തം പദ്ധതികളിൽ വ്യാപരിച്ചു. എന്റെ ജനം എന്നെ കേട്ടിരുന്നെങ്കിൽ, ഇസ്രായേൽ എന്റെ മാർഗങ്ങളിൽ ചരിച്ചിരുന്നെങ്കിൽ, ക്ഷണമാത്രയിൽ അവരുടെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു. അവരുടെ വൈരികൾക്കെതിരെ എന്റെ കൈ തിരിക്കുമായിരുന്നു. കർത്താവിന്റെ വിദ്വേഷകർ അവിടത്തേക്ക് വിധേയപ്പെടുമായിരുന്നു. അവരുടെ വിനാശകാലം എന്നേക്കുമുള്ളതുമാകുമായിരുന്നു.
ഗോതമ്പ് സത്തിൽ നിന്ന് അവിടുന്ന് അവനെ തീറ്റുമായിരുന്നു. തേൻ പാറയിൽ നിന്ന് ഞാൻ അവനെ സംതൃപ്തനാക്കുമായിരുന്നു. സങ്കീർത്തനം 82. ദൈവം ന്യായാധിപന്മാരുടെ വിധികർത്താവ്. ദൈവം തിരുസമിതിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. ദേവന്മാരുടെ ഇടയിൽ അവിടുന്ന് ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്ര കാലം അനീതിയായ ന്യായം വിധിക്കുകയും ദുഷ്ടരെ അനുകൂലിക്കുകയും ചെയ്യും? നിസ്സാരനെയും അനാഥനെയും ന്യായം വിധിക്കുവിൻ. അഗതിക്കും പാവപ്പെട്ടവനും നീതിവിധി നടത്തുവിൻ. നിസ്സാരനെയും ദരിദ്രനെയും രക്ഷപ്പെടുത്തുവിൻ. ദുഷ്ടരുടെ കയ്യിൽ നിന്ന് അവനെ മോചിപ്പിക്കുവിൻ. അവർ അറിവ് നേടുന്നില്ല, ഉൾക്കാഴ്ചയിലെത്തുന്നുമില്ല. അവർ ഇരുട്ടിൽ അലയുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങളെല്ലാം ഇളകിയിരിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ദേവന്മാരാണ്, നിങ്ങളെല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. എന്നാലും നിങ്ങൾ മരിക്കുന്നത് മനുഷ്യരെ പോലെയായിരിക്കും, പ്രഭുക്കന്മാരിൽ ഒരുവനെ പോലെ നിബദിക്കും. ദൈവമേ, എഴുന്നേറ്റ് ഭൂമിയെ ന്യായം വിധിക്കണമേ. എല്ലാ ജനതകൾക്കുമിടയിൽ അവകാശം ഉറപ്പിക്കുന്നത് അങ്ങാണല്ലോ. സങ്കീർത്തനം 83. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ. ദൈവമേ, അങ്ങേക്ക് മൗനമരുതേ. തമ്പുരാനെ, നിശബ്ദനായിരിക്കരുതേ, നിഷ്ക്രിയനായിരിക്കരുതേ. ഇതാ അങ്ങയുടെ ശത്രുക്കൾ ബഹളം കൂട്ടുകയാണല്ലോ. അങ്ങയുടെ വിദ്വേഷകർ തലപൊക്കിയിരിക്കുന്നു. സംഘമായി അങ്ങയുടെ ജനത്തിനെതിരെ കുടില തന്ത്രമൊരുക്കുന്നു. അങ്ങ് നിധി പോലെ കാക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. വരുവിൻ, ജനതയിൽ നിന്ന് അവരെ നമുക്ക് അപ്രത്യക്ഷരാക്കാം. ഇസ്രായേലിന്റെ പേര് മേലിൽ ഓർക്കപ്പെടാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു. അതെ, അവർ ഏക മനസ്സോടെ ആലോചന നടത്തുന്നു. അങ്ങേക്കെതിരെ അവർ ഉടമ്പടിയിലേർപ്പെടുന്നു. ഏദോമിന്റെയും ഇസ്മായേലികളുടെയും കൂടാരങ്ങളും മോവാബും ഹഗ്രികളും ഗെബാൽ, അമ്മോൻ, അമലേക്ക് എന്നിവരും ടയർ നിവാസികളോടൊപ്പം ഫിലിസ്തീയും അവരോടൊപ്പം അസീറിയായും ചേർന്നു. ലോത്യർക്ക് അവർ കരമായി തീർന്നു. മിദിയാനോടെന്ന പോലെയും കിഷോൺ താഴ്വരയിൽ വെച്ച് സിസേറയോടെന്ന പോലെയും യാബിനോടെന്ന പോലെയും അവരോട് പ്രവർത്തിക്കണമേ. എൻദോറിൽ വെച്ച് അവർ ഉന്മൂലനം ചെയ്യപ്പെട്ടു. അവർ മണ്ണിന് വളമായി തീർന്നു. അവരുടെ നേതാക്കന്മാരെ ഓറബിനെ പോലെയും സേബിനെ പോലെയും അവരുടെ കുലീനരെയെല്ലാം സെബഹിനെ പോലെയും സൽമുന്നായെ പോലെയും ആക്കി തീർക്കണമേ. ദൈവത്തിന്റെ മേച്ചിൽ പുറങ്ങൾ നമുക്ക് സ്വന്തമാക്കാമെന്ന് അവർ പറഞ്ഞു. എന്റെ ദൈവമേ, അവരെ പൊടിക്കാറ്റുപോലെയും കാറ്റിനു മുൻപിൽ ഉമി പോലെയും ആക്കി തീർക്കണമേ. വനത്തെ അഗ്നി വിഴുങ്ങുന്നതും മലകളെ ജ്വാല ദഹിപ്പിക്കുന്നതും എപ്രകാരമോ അപ്രകാരം അങ്ങയുടെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ. അങ്ങയുടെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കണമേ. കർത്താവെ, അവർ അങ്ങയുടെ നാമം അന്വേഷിക്കേണ്ടതിന് അവരുടെ മുഖം അവമതി ഭരിതരാക്കണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും ഭഗ്നാശരായി നശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് എന്ന് തിരുനാമമുള്ള അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനും മേൽ അത്യുന്നതൻ എന്ന് അവർ അറിയട്ടെ.